ങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് തണ്ണീർമുക്കം ബണ്ട് പണിതത്. നിർമ്മാണകാലം തൊട്ടേ വിവാദമൊഴിയാത്ത ബണ്ട് ഈ വർഷവും ഒരു വിഭാഗം ആളുകൾക്ക് പ്രതിസന്ധിയാവുകയാണ്. ഷട്ടറുകൾ തുറക്കേണ്ട തീയതി അനിശ്ചിതമായി നീളുന്നതാണ് ഇതിന് കാരണം. സാധാരണ നിലയിൽ ഡിസംബർ 15 മുതൽ മാർച്ച് 15 വരെയാണ് ബണ്ടിൻ്റെ ഷട്ടറുകൾ അടയ്ക്കുക. ഷട്ടറുകൾ അടച്ചിടുന്നതോടെ മീനിൻ്റെ ലഭ്യത കുറയുന്നതിനാൽ ഉടൻ ബണ്ട് തുറക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പുറത്ത് വല നീട്ടാൻ പറ്റുന്നില്ല. ഞങ്ങളും ഇതിൽപ്പെട്ട തൊഴിലാളികളാണ്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം ഇതുകൊണ്ടുള്ള പ്രയോജനം ഉള്ളു. എന്നാൽ കുട്ടനാടൻ മേഖലയിൽ വൈകി നെൽകൃഷി ചെയ്ത പാടങ്ങളിൽ ഇനിയും കൊയ്ത്തു കഴിഞ്ഞിട്ടില്ല. ഈ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുമെന്ന് ഭയന്നാണ് ബണ്ട് തുറക്കാത്തത്. നെൽകൃഷി കാവടങ്ങി തീർന്നിട്ടില്ല. കാവടങ്ങി തീരുന്നതിന് മുമ്പ് ഒരു വെള്ളം ആ പ്രദേശത്ത് ചെന്നാൽ അവിടെ കൃഷി നശിച്ചു പോകും. അതുകൊണ്ട് ഒരു 10 ദിവസമെങ്കിലും ഷട്ടറ് താമസിച്ചേ. എല്ലാ കർഷകരും ഒരേ സമയം കൃഷി ഇറക്കണമെന്ന് വർഷം തോറും സർക്കാർ നിർദ്ദേശം നൽകാറുണ്ട്. എന്നാൽ ചില കർഷകർ ഈ നിർദ്ദേശം പാലിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ഷട്ടറുകൾ അടഞ്ഞുകിടന്ന 3 മാസം കൊണ്ട് കുട്ടനാട്ടിലെ ജലാശയങ്ങളെല്ലാം തന്നെ മലിനമായി കഴിഞ്ഞു. മൂവാറ്റുപുഴയാറിലെ വെള്ളം കനാൽ വഴി ബണ്ടിന് തെക്കുവശത്തുള്ള വേമ്പനാട്ട് കായലിൽ എത്തിക്കുവാൻ കൂടി ഉദ്ദേശിച്ചുള്ളതായിരുന്നു പദ്ധതി. എന്നാൽ ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ഇപ്പോഴും ആയിട്ടില്ല. തണ്ണീർമുക്കം ബണ്ട് കർഷകർക്ക് ഗുണം ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വർഗീസ് ആന്റണി, അമൃത ന്യൂസ്, കോട്ടയം.